ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഐമക് ജൂനിയർ സ്റ്റുഡൻസിന് വേണ്ടി ലോജിക് ഗേറ്റ്സിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനാണ്. ലോജിക് ട്രെയിനർ കിറ്റ് വഴി ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോജിക് ഗേറ്റ്സിൻ്റെ തിയറി ക്ലാസ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു ലോജിക് ട്രെയിനർ കിറ്റിൽ എങ്ങനെയാണ് ഓരോരോ ലോജിക് ഗേറ്റ്സുകൾ നമ്മൾ സിമുലേറ്റ് ചെയ്യുക, അതായത് അത് ലോജിക് ഗേറ്റ്സിൻ്റെ ട്രൂ ടേബിൾ വേരിഫിക്കേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് ലോജിക് ട്രെയിനർ വഴി നമുക്ക് മനസ്സിലാക്കാം. ഈ എന്താ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്? ഒരു ഡിജിറ്റൽ സർക്യൂട്ട്, നമ്മൾ ഏതൊരു ഡിജിറ്റൽ സർക്യൂട്ടുകളുടെയും ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ലോജിക് ഗേറ്റ്സ്. അപ്പോൾ ലോജിക് ഗേറ്റ്സുകളെ കുറിച്ച് വളരെ നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതിനാൽ നമുക്ക് ആദ്യമായിട്ട് ലോജിക് ഗേറ്റ്സുകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമുക്ക് ഇൻപുട്ടുകൾ, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, അതുപോലെ മറ്റ് യൂണിവേഴ്സൽ ഗേറ്റായ നാൻഡ്, നോർ, എക്സോർ, എക്സ്നോർ, ഇതേപോലെ ലോജിക് ഗേറ്റ്സുകൾ എങ്ങനെ നമുക്ക് അതിൻ്റെ ട്രൂ ടേബിൾ വേരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഒരു ലോജിക് ട്രെയിനർ കിറ്റ്, ഈ കാണുന്നതാണ് ലോജിക് ട്രെയിനർ കിറ്റ്. ഇത് നമ്മൾ ലോജിക് ട്രെയിനർ കിറ്റ് നമ്മളെപ്പോഴും അത് നമ്മളത് തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് സ്വിച്ചുകളെല്ലാം ഒന്ന് ഫംഗ്ഷനിങ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ സ്വിച്ചുകൾ എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കാണുന്ന ഈ പുഷ് ബട്ടൺ, ഇത് ഈ കാണുന്ന ടോഗിൾ സ്വിച്ച് വഴിയാണ് നമ്മൾ ഓരോരോ ഇൻപുട്സ് കൊടുക്കുന്നത്. അതായത് 0 1 നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഹൈ ലോ, അതായത് 0 1 ലോ, താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോയാണ്, മുകളിലേക്കിട്ട ഹൈ, അതായത് ലോ എന്ന് പറയുന്നത് 0, ഹൈ 1. അപ്പോൾ നമുക്ക് ഇതിൽ ഈ നമുക്ക് ഈ ലോജിക് സ്വിച്ചുകൾ എല്ലാം ഫംഗ്ഷനിങ് ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിസ്സാരമാണ്. ഈ നമ്മളവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ LED ഒരു കൊടുത്തിട്ടുണ്ട്. ഈ ലോജിക് ഗേറ്റ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ്, അപ്പോൾ നമുക്ക് ആദ്യത്തത് ഓക്കെയാണ്. രണ്ടാമത് നമുക്കൊരു ജസ്റ്റ് ഒരു ഇതെന്ന് കൊടുക്കാം, അതും ഓക്കെയാണ്. മൂന്നാമത്തെ സ്വിച്ച് ഓക്കെയാണ്. ഓക്കെ, ഇത് ഓക്കെ എല്ലാ സ്വിച്ച്, അതായത് കാരണം ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്വിച്ചുകൾ ഫംഗ്ഷനിങ് ആണെന്നുള്ള കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ LED ഇൻഡിക്കേഷൻസ് ആയാലും നമ്മൾ എല്ലാ ഇൻഡിക്കേഷനും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോജിക് സ്വിച്ചിൽ നിന്ന് നമുക്കൊരു ഡയറക്റ്റ് വയർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൾബ് ഓൺ ഓഫ് ഇൻഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ ഫംഗ്ഷനിങ്ങും അതുപോലെ LED ഓക്കെ ആണെന്നുള്ളത്, LED ഇൻഡിക്കേഷനും ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് ആൻ ഗേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആൻ ഗേറ്റ്, ഇവിടെ നമ്മൾ ആൻ ഗേറ്റിന്റെ സിമ്പിൾ ഇവിടെ കാണാം. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആൻ ഗേറ്റ്, ഈ ആൻ ഗേറ്റിൽ 2 ഇൻപുട്ട് ആൻ ഗേറ്റ് ആണ്. 2 ഇൻപുട്ട് ഉണ്ട്, 2 ഇൻപുട്ട് ആൻ ഗേറ്റ്, അതിന്റെ ഔട്ട്പുട്ടാണ് കാണുന്നത്. അതുപോലെ വേറൊരു ആൻ ഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട്. ഇവിടെ വേറൊരു ആൻ ഗേറ്റ് ഉണ്ട്, ഔട്ട്പുട്ട്. അങ്ങനെ 4 ആൻ ഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഓർ ഗേറ്റ് നോക്കുക. 2 ഇൻപുട്ടുകളുള്ള ഓർ ഗേറ്റ്, അതിന്റെ ഔട്ട്പുട്ട്, വീണ്ടും ഒരു ഓർ ഗേറ്റ്, അടുത്ത ഓർ ഗേറ്റ്, അങ്ങനെ 4 ഓർ ഗേറ്റുകളും കാണിച്ചിട്ടുണ്ട്. അടുത്തത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ഇവിടെ നോക്കുക. നോട്ട് ഗേറ്റ് ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും, ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്, അങ്ങനെ 4 നോട്ട് ഗേറ്റുകളും ഉണ്ട്. പിന്നെ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് കാണുന്നതാണ് നാൻഡ് ഗേറ്റ്. 1 2 3 4 നാൻഡ് ഗേറ്റ് ഉണ്ട്, 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. അതടുത്ത് നോർ ഗേറ്റ്. നോർ ഗേറ്റ് കാണുന്നതാണ്, അതും 4 നോർ ഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 2 ഇൻപുട്ട് വീതം ഒരു ഔട്ട്പുട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 2 ഇൻപുട്ട്, എക്സോർ ഗേറ്റ്, ഔട്ട്പുട്ട്, അങ്ങനെ 4 എക്സോർ ഗേറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ട്രെയിനർ ഗേറ്റിൽ ആദ്യം ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ലോജിക് ഗേറ്റ്സ് നമ്മൾ ആൻ ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും നാൻഡും നോറും എല്ലാം വ്യക്തമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തിയറി ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്, ഓരോരോ ഗേറ്റുകൾക്ക് ഏത് IC പിൻ നമ്പറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ആൻ ഗേറ്റ് നമുക്ക് 2 ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ട്രൂ ടേബിൾ വേരിഫിക്കേഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇൻപുട്ടാണുള്ളത്. അത് ആദ്യത്തെ ഇൻപുട്ട് നമ്മളിവിടെ എടുക്കുന്നു. അത് നമ്മൾ ആൻ ഗേറ്റിൻ്റെ
ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുത്തു, ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ ഇൻപുട്ട് നമ്മൾ സിംഗിൾ സ്റ്റാൻഡ് വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തു. രണ്ട് ഇൻപുട്ടുകളായി. ഇനി ഔട്ട്പുട്ട്, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്ത LED തന്നെ കൊടുത്തേക്കാം. ആദ്യത്തെ LED കൊടുത്തു. സിമ്പിൾ കണക്ഷനാണ്. രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ആൻഡ് ഗേറ്റിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ 0-1 കണ്ടീഷൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്വിച്ചുകളാണ് നമ്മുടെ രണ്ട് ഇൻപുട്ടുകൾ. അത് ഇപ്പോൾ നിലവിൽ ലോ സ്റ്റേറ്റിലാണ്, അതായത് 0 കണ്ടീഷനിലാണ്. രണ്ടും 0 ഔട്ട്പുട്ട് നമ്മൾ ഒരു LED ഇൻഡിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആൻഡ് ഗേറ്റ് ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. ആൻഡ് ഗേറ്റ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? രണ്ട് ഇൻപുട്ടും 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 നമ്മളിവിടെ നോക്കുക, രണ്ട് ഇൻപുട്ടും നമ്മളിവിടെ 0 കണ്ടീഷനിലാണ്. രണ്ട് ഇൻപുട്ടും 0 കണ്ടീഷൻ, താഴെ ലോ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇവിടെ ഓഫാണ്, 0 ഇനി ഞാൻ 0-1 കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ ഇൻപുട്ടിനെ നമ്മൾ ഓൺ ആക്കുന്നു. രണ്ടാമത്തെ ഇൻപുട്ടിനെ ഓൺ ആക്കിയപ്പോഴും ഇൻഡിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് 0. ഓക്കെ, അടുത്തത് 1-0 കണ്ടീഷൻ. 1-0 എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻപുട്ട് 1ഉം രണ്ടാമത്തെ ഇൻപുട്ട് 0യും, അതായത് ഫസ്റ്റ് ഇൻപുട്ട് ഹൈ, രണ്ടാമത്തെ ഇൻപുട്ട് ലോ. അപ്പോഴും നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. രണ്ട് ഇൻപുട്ട് ഹൈ ആക്കുക. രണ്ട് ഇൻപുട്ട് ഹൈ ആയപ്പോൾ നമ്മൾ കണ്ടു ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. രണ്ട് ഇൻപുട്ടുകൾ നമ്മൾ ഹൈ പൊസിഷനിലാണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അതായത് 0-0 കണ്ടീഷനിൽ 0-0 രണ്ട് ഇൻപുട്ട് 0 ആവുന്ന കണ്ടീഷനിൽ 0 0-1 കണ്ടീഷനിലും ഔട്ട്പുട്ട് 0 1-0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 രണ്ട് ഇൻപുട്ടും ഹൈ ആയ സമയത്ത് ആണ് നമുക്ക് ഇവിടെ നമ്മൾ 1 എഴുതിയിട്ട് 0 1 ആക്കുക. രണ്ട് ഇൻപുട്ടും ഹൈ ആയ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. രണ്ട് ഇൻപുട്ടുകളും ഹൈ ആവുന്ന സമയത്താണ് നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത നമുക്ക് ഓർ ഗേറ്റ് നോക്കാം. നമുക്ക് ഓർ ഗേറ്റ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓർ ഗേറ്റ് നമ്മൾ നേരത്തെ കണ്ടു. രണ്ട് ഇൻപുട്ടുകൾ നമ്മൾ സ്വിച്ചിൽ നിന്ന് തന്നെ രണ്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. രണ്ട് ഇൻപുട്ടുകൾ ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്തു. നേരത്തെ കൊടുത്ത അതേ സ്വിച്ചിൽ തന്നെയാണ് കൊടുത്തത്. ഇപ്പോൾ 0 കണ്ടീഷനിൽ തന്നെ നമ്മൾ സ്വിച്ച് ഇട്ടേക്കുകയാണ്. ഇനി ഔട്ട്പുട്ട് നമ്മൾ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്വിച്ച് വഴി നമ്മൾ കൊടുത്തിരിക്കുന്നു. ഔട്ട്പുട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് LED ഇൻഡിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓർ ഗേറ്റ് ട്രൂത്ത് ടേബിൾ എന്താണ്? 0-0 രണ്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. 0-1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആവുന്നുണ്ട്, അത് ഔട്ട്പുട്ട് ഓൺ ആവുന്നു. 1-0 കണ്ടീഷനും ഔട്ട്പുട്ട് ഓൺ ആണ്, 1-1 കണ്ടീഷനും ഔട്ട്പുട്ട് ഓൺ ആണ്. ഇതാണ് ട്രൂത്ത് ടേബിൾ. നമുക്ക് ഇതിന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസ് രണ്ട് ഇൻപുട്ടുകളും 0-0 അതായത് ലോ കണ്ടീഷനിലാണ് രണ്ട് സ്വിച്ചും ലോ കണ്ടീഷനിൽ നമ്മൾ ഓർ ഗേറ്റിലെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ആദ്യത്തെ ഇൻപുട്ടിനെ ഓൺ ആക്കിയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സ്വിച്ച് രണ്ട് ഇൻപുട്ടും 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. ആദ്യത്തെ ഇൻപുട്ടിനെ ഞാൻ ഓൺ ആക്കുന്നു. ആദ്യത്തെ ഇൻപുട്ടിനെ ഓൺ ആക്കിയപ്പോൾ ഇൻഡിക്കേഷൻ കിട്ടി, അതായത് 1-0 കണ്ടീഷനിൽ നമുക്ക് ഓണായി. ഇനി നമുക്ക് ട്രൂത്ത് ടേബിളിൽ അടുത്ത രണ്ടാമത്തെ ഇൻപുട്ട് ഓൺ ആക്കി നോക്കാം. 0-1 കണ്ടീഷൻ, ആ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. രണ്ട് ഇൻപുട്ടിനെയും ഹൈ ആകുന്ന സമയത്തും നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ രണ്ട് ഇൻപുട്ട് ഹൈ ആണ്, അപ്പോഴും
അത് 4 കണ്ടീഷൻ, അതായത് 0 0 രണ്ട് ഇൻപുട്ടുകളും 0 കണ്ടീഷനിൽ, രണ്ട് ഇൻപുട്ട് 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0, 0 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആയി, 1 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആയി, 1 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആയി. അങ്ങനെ നമുക്ക് OR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷനും കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോട്ട് ഗേറ്റ് ചെക്ക് ചെയ്യാം. നോട്ട് ഗേറ്റ് നമുക്ക് ഒരു ഇൻപുട്ടേ ആവശ്യമുള്ളൂ. നമുക്കപ്പോൾ ആദ്യത്തെ സ്വിച്ച് തന്നെ എടുക്കാം. ആദ്യത്തെ സ്വിച്ച് എടുത്തിട്ട് നമ്മൾ നോട്ട് ഗേറ്റിൽ കൊടുത്തു. നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ LED ഇൻഡിക്കേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻപുട്ടേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ഇൻപുട്ടേ നമുക്ക് നോട്ട് ഗേറ്റിന് ആവശ്യമുള്ളൂ. പവർ ഓൺ ചെയ്യാം. 0 കണ്ടീഷൻ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് സ്വിച്ച് 0 കണ്ടീഷനിൽ, താഴത്തെ ലോ കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. 0യിൽ ഓൺ ആണ്. ഞാൻ ആദ്യത്തെ സ്വിച്ച് ഞാൻ ഓൺ കണ്ടീഷനിലേക്ക് ഇടുകയാണ്. ഓൺ കണ്ടീഷൻ ഇട്ടാൽ ഔട്ട്പുട്ട് ഓഫായി. അതായത് നോട്ട് ഗേറ്റ് ട്രൂത്ത് ടേബിൾ എന്താണ്? 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആവും, 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആകും. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിനൊപ്പം തന്നെ, നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിന്റെ കൂടെ നോട്ടും കൂടെ വരുന്നതാണ്. അതായത് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ടിന്റെ കണ്ടീഷൻ വരിക. 0 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, 0 1 കണ്ടീഷനിൽ ഹൈ ആയിരിക്കും, 1 0 കണ്ടീഷനിൽ ഹൈ ആയിരിക്കും, 1 1 കണ്ടീഷനിൽ 0 ആയിരിക്കും. നമുക്കത് ചെക്ക് ചെയ്യാം. നമുക്ക് നാൻഡ് ഗേറ്റിന്റെ നമുക്ക് ഇൻപുട്ടുകൾ കൊടുക്കാം. നാൻഡ് ഗേറ്റിലെ 2 ഇൻപുട്ടുകൾ ആവശ്യമുണ്ട്. ആദ്യത്തെ ഇൻപുട്ട് കൊടുത്തു, രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തേക്കാണ് സ്വിച്ചിനെ നമ്മൾ 0 കണ്ടീഷനിലേക്ക് ഇട്ടു. ഔട്ട്പുട്ട് നമ്മൾ LED കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യാം. നോക്കൂ, 0 0 കണ്ടീഷനിൽ, അതായത് നാൻഡ് ഗേറ്റ് ട്രൂത്ത് ടേബിൾ എന്താണ് നമ്മൾ പറഞ്ഞത്? 2 ഇൻപുട്ടുകളും 0 0 വരുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. സ്വിച്ച് ഔട്ട്പുട്ട് ഹൈ ആണ്. സ്വിച്ചിന്റെ കണ്ടീഷൻ താഴേക്കാണ്, അതായത് ലോ ആണ്. 0 0 കണ്ടീഷനിൽ ഹൈ ആണ്. ഇനി നമുക്ക് ആദ്യത്തെ ഇൻപുട്ടിനെ ഒന്ന് നമുക്ക് ഹൈ ആക്കി നോക്കാം. ആദ്യത്തെ ഇൻപുട്ട് ഹൈ ആയപ്പോഴും, അതായത് 1 0 കണ്ടീഷനിലും എന്താണ്? ഔട്ട്പുട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ഇൻപുട്ടിനെ നമ്മളൊന്ന് ഹൈ ആക്കി നോക്കാം. അപ്പോഴും ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി നാലാമത്തെ കണ്ടീഷൻ, 2 ഇൻപുട്ടുകളും ഹൈയിലേക്ക് പോകുമ്പോൾ ഔട്ട്പുട്ട് ഓഫായി. അപ്പോൾ നാൻഡ് ഗേറ്റ് ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ നമ്മൾ നടത്തി. 0 0 2 ഇൻപുട്ടുകൾ വരുമ്പോൾ 2 ഇൻപുട്ട് കണ്ടീഷൻ 0 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, 0 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, 1 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ ആണ്, 1 1 കണ്ടീഷനിൽ ഔട്ട്പുട്ട് 0 ആയി. അപ്പോൾ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോർ ഗേറ്റ്. നോർ ഗേറ്റിന് നമ്മൾ 2 ഇൻപുട്ടുകൾ കൊടുക്കാം. ആദ്യത്തെ ഇൻപുട്ട് കൊടുത്തു, രണ്ടാമത്തെ ഇൻപുട്ട് കൊടുത്തു. 2 ഇൻപുട്ടുകൾ നമ്മൾ നോർ ഗേറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ ഔട്ട്പുട്ട്, നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഒന്നുകൂടെ നോക്കുക, 2 സ്വിച്ചുകൾ നമ്മൾ 0 കണ്ടീഷനിലേക്ക് ഇട്ടു, രണ്ടും ലോ കണ്ടീഷൻ. 2 ഇൻപുട്ടുകൾ നമുക്ക് നോർ ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ LED ഇൻഡിക്കേഷൻ കൊടുത്തു. ഇനി നമുക്ക് ട്രെയിനർ ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ 0 0 കണ്ടീഷൻ ഹൈ ആണ്. നമ്മുടെ നോർ ഗേറ്റ് ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കൂ. 0 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ, അത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2 ഇൻപുട്ടുകളും ലോ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ഇൻപുട്ടിനെ നമ്മൾ ഹൈ ആക്കി നോക്കുന്നു. ആദ്യത്തെ ഇൻപുട്ട് ഹൈ ആക്കിയപ്പോൾ ഔട്ട്പുട്ട് 0യിലേക്ക് എത്തി. രണ്ടാമത്തെ ഇൻപുട്ട് മാത്രം ഹൈ ആക്കുന്നു. രണ്ടാമത്തെ ഇൻപുട്ട് ഹൈ ആക്കിയപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. 2 ഇൻപുട്ട് ഹൈ ആയപ്പോഴും ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ നോർ ഗേറ്റ് ട്രൂത്ത് ടേബിളിൽ 0 0 കണ്ടീഷനിൽ ഔട്ട്പുട്ട് ഹൈ, 0 1 കണ്ടീഷനിൽ ലോ ആയി, 1 0 കണ്ടീഷനിൽ ലോ ആയി, 1 1 കണ്ടീഷനിൽ
ഔട്ട്പുട്ട് നോയായി. അപ്പോൾ ലോജിക് ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷനിൽ നമുക്ക് ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ എന്നീ ഗേറ്റുകളുടെയാണ് നമ്മൾ ഇത് ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നുണ്ട്. നാൻഡും നോർ ഗേറ്റുകൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് പറയുന്നത്. നാൻഡ്, നോർ ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റെല്ലാ ഗേറ്റ്സിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടും അതനുസരിച്ചിട്ട് നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ വെരിഫിക്കേഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.